അവരുടെ തൊപ്പിയിടുന്നല്ല, ആരെയാണ് പോകും. ആ മേഖല പഠിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആരെയാണ് പോകും. ഇതൊരു കത്തി പോലെയാണ്. പറയുമ്പോഴേ ഇപ്പൊ കുറച്ചാൾ മുമ്പ് ഇപ്പോൾ തൊപ്പി ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്കാം ആയി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ സ്കാം ആവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്? അതായത് നമ്മളൊരു കോയിൻ ഇപ്പോൾ ബ്രദറിൻ്റെ തന്നെ ഒരു ഭാവിയിൽ ഞാൻ പറയുകയാണ്, ഭാവിയിൽ ഇപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്തു. ആ സ്റ്റാർട്ടപ്പിൽ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു കോയിൻ എക്സ് ഓർ വൈ, ആ കോയിന് നിങ്ങളൊരു പേരിടുകയാണ്. നിങ്ങൾ യൂട്ടിലിറ്റി നിങ്ങൾ തന്നെ അത് സപ്ലൈ ചെയ്ത് നിങ്ങൾ തന്നെ സപ്ലൈ ചെയ്യുന്ന ഒരു കോയിനാണ്. നിങ്ങൾ അതിന് വാല്യൂ നിശ്ചയിക്കുകയാണ്, നിങ്ങളാണ് അതിൻ്റെ കൺട്രോൾ വരുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ആസ് എ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യും, നിങ്ങളെ കോയിനെ കുറിച്ച് പഠിക്കും, നിങ്ങളെ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കും, നിങ്ങൾ ആരാന്ന് പഠിക്കും. ഇങ്ങനെ മൊത്തം ഇതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്യൂച്ചർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്താലാണ് അതിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. തൊപ്പിയുടെ കേസ് ഞാനും അത് കേട്ടിട്ടുണ്ടായിരുന്നു, റീൽസുകളിലും മറ്റുള്ള ഫ്രണ്ട്സൊക്കെ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ട് തൊപ്പിയുടെ പൈസ ഇങ്ങനെ പോയിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ തൊപ്പിയുടെ എന്നല്ല, ആരെയാണ് പോകും. ആ മേഖല പഠിക്കാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് ആരെയാണ് പോകും. ഇതൊരു കത്തി പോലെയാണ്. കത്തി വെച്ച് നമ്മൾ ഒരാളെ ആക്രമിച്ചാൽ അതൊരു ഇല്ലീഗൽ ഒഫൻസും, അത് വെച്ചിട്ട് ആപ്പിൾ കട്ട് ചെയ്താൽ നമുക്കതെന്താണ് ഭക്ഷിക്കാനും പറ്റും. അതേപോലെയാണ് ഈ സാധനം നല്ല രീതിയിൽ നമ്മളത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കെന്താണ് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പോൾ തൊപ്പി എന്നുള്ളതല്ല, ആരായാലും നല്ല രീതിയിൽ ഇത് പഠിച്ച് മാർക്കറ്റ് പഠിച്ച് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ഈ ഒരു മേഖലയെക്കുറിച്ചും പഠിച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നല്ല റിവാർഡ് ഉണ്ടാക്കാൻ പറ്റും. ഇതൊരു ക്വിക്കായിട്ട് റിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ല. അതായത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന നാളെ കോടീശ്വരനാവുന്നുള്ളതല്ല. ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖല ഏതാണെന്നും ഇൻവെസ്റ്റ് ചെയ്യുന്ന കോയിൻ ഏതാണെന്നും അവരുടെ യൂട്ടിലിറ്റി എന്താണെന്നും അവരുടെ പർപ്പസ് എന്താണെന്നും വ്യക്തമായി അറിയുന്ന ഒരാൾക്ക് ഒരിക്കലും അവരുടെ ഫണ്ട് നഷ്ടപ്പെടില്ല. ഓക്കെ.